നമ്മൾ സാധാരണ നമ്മുടെ കൊച്ചുമക്കൾക്ക് അച്ഛനെ അമ്മയെക്കാളും ഇഷ്ടം അപ്പൂപ്പനും അമ്മൂമ്മയാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം. അച്ഛനും അമ്മമാരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനാണ് ഈ വെക്കേഷൻ ടൈമിൽ അപ്പൂപ്പൻ അമ്മൂമ്മയുടെ അടുത്തെത്തി അവർക്ക് സ്വർഗം കിട്ടിയ പോലെ സന്തോഷമാണ്. അങ്ങനെയുള്ള ഒരു നമ്മുടെ ഒരു സംസ്കാരം അങ്ങനെയാണ്. കാര്യം അവർക്ക് അത്രയധികം ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഒരു കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 15-ാം തീയതി രാത്രി നടന്ന ഒരു സംഭവം നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കാരണം ആലപ്പുഴ കരുവാറ്റയിൽ ഏതാണ്ട് 65-67 വയസ്സുള്ള ഒരു ശിവൻകുട്ടി ചെട്ടിയാർ, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ വെറും 13 വയസ്സുകാരി. ഈ 13 വയസ്സുകാരിയും അവളുടെ കാമുകൻ 17 വയസ്സുള്ള ഒരു പയ്യൻ, അവൻ്റെ 2 കൂട്ടുകാർ, ഈ 4 പേരും പ്രായപൂർത്തിയാകാത്തവർ, ഈ 4 പേരും കൂടെ ചേർന്ന് ഈ അപ്പൂപ്പനെ കൊല്ലുകയാണ്. നമുക്ക് സിനിമയിൽ പോലും ഇത്രയധികം വലിയൊരു ത്രില്ലർ പോലെ തോന്നും. കുട്ടികളുടെ ഒരു കുട്ടികളാണ് കൊല്ലുന്നത്. എന്താണ് സാറേ നമ്മുടെ സമൂഹത്തിൽ ഈ കുറ്റവാളികൾ ഏറുകയാണോ? സമൂഹത്തിനല്ലേ ഇതിന് ഉത്തരവാദിത്വം? തീർച്ചയായിട്ടും സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്, നമ്മുടെ സിനിമയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്, രാഷ്ട്രീയത്തിന് ഉത്തരവാദിത്വമുണ്ട്, കലാലയങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, സോഷ്യൽ മീഡിയക്ക് ഉത്തരവാദിത്വമുണ്ട്, അധ്യാപകർക്ക് ഉത്തരവാദിത്വമുണ്ട്, കുറേയൊക്കെ രക്ഷകർത്താക്കൾക്കും വലിയ തോതിൽ ഉത്തരവാദിത്വം ഉണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പക്ഷെ പ്രകടമായിട്ട് ഇത് കൂടുതൽ കാണിക്കുന്നത് സിനിമയും സോഷ്യൽ മീഡിയയും രാഷ്ട്രീയവുമാണ്. നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷം കമ്മ്യൂണിസ്റ്റ് ഭരണം ഇവിടെ നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അത് 10 അല്ല, അതിന് മുമ്പേ തന്നെ തുടങ്ങി കൊട്ടേഷൻ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് വെച്ച് നടത്താറുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ വളരെ സൈദ്ധാന്തികമായി വളരെ ശാസ്ത്രീയമായി ഇത് വെച്ച് നടത്തി നമ്മൾ കണ്ടതാണ്. ടി പി ചന്ദ്രശേഖരൻ വധം മുതലുള്ള കൊട്ടേഷനുകൾ നമ്മൾ കണ്ട് പേടിച്ച് മരവിച്ച് നിന്ന കേരളമാണ്. പണ്ടൊക്കെ അപൂർവമായിട്ട് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഇതൊരു നിത്യ സംഭവമായി മാറിയിരിക്കുന്നു. കൊട്ടേഷൻ കൊടുക്കുക, കൊട്ടേഷൻ സംഘങ്ങൾ വരിക. നമ്മൾ ഇപ്പൊ തന്നെ കണ്ടു, നമ്മുടെ ഓരോ പോലീസ് സ്റ്റേഷന്റെ പരിസരത്തും റൗഡി സംഘത്തിൽപ്പെട്ടവരുടെ ഏതാണ്ട് 5000 പേരുടെ ലിസ്റ്റ് പോലീസിന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്, ഇത്തരം കൊട്ടേഷൻ ഗ്യാങ്ങുകളുടെ ലിസ്റ്റ്. അപ്പൊ കൊടിശിനി ആയാലും ആയങ്കിമാരായിട്ട് പേരെടുക്കാത്ത ഒത്തിരി പേരും ഒക്കെ ഇന്ന് കൊട്ടേഷൻ സംഘങ്ങളായി ഇറങ്ങിയിട്ടുണ്ട്. ഇവരെല്ലാം രാഷ്ട്രീയക്കാരുടെ തണലിലാണ് ഇങ്ങനെ വളരുന്നത്. ഇതിൽ 10 വർഷം ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ റോളുണ്ട്. കാരണം അവര് ഇത്തരം സംഘങ്ങളെ ധാരാളമായി വളർത്തുന്നതാണ്. അവരുടെ ഒരു നേതാവ് പി ദിവ്യക്കെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന കേസ് നമ്മൾ കണ്ടില്ലേ? അത് ഇൻഡയറക്റ്റ് ആയിട്ടൊരു ഒരാളെ അപായപ്പെടുത്താനുള്ള ശ്രമം വരെ നടന്നു എന്നുള്ള ആരോപണങ്ങൾ വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവരൊക്കെയാണ് ഈ കുട്ടികളുടെ റോൾ മോഡലായി വരുന്നത്. അപ്പം അത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. കുട്ടികൾ റോൾ മോഡലാക്കുക, രാഷ്ട്രീയ നേതാക്കളെ റോൾ മോഡലാക്കും. സ്കൂളിൽ ചെന്ന SFIയും KSUവും ഒക്കെ MSFും ഒക്കെ ചെയ്യുന്നതും ABVP ചെയ്യുന്നതും ഒക്കെ അവർ റോൾ മോഡലാക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും വഷളായ റോൾ മോഡലുകൾ ആരാണോ കാണിക്കുന്നത് അതായിരിക്കും കുട്ടികളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഹീറോ ആകുന്നത്. അപ്പൊ അവർക്ക് ഇപ്പൊ സിനിമ കണ്ടാലും സിനിമയിൽ ഇതൊക്കെ ഒന്ന് മനസ്സിൽ പതിയേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ പ്രാക്ടിക്കൽ നോളജ് കൂടുതൽ കിട്ടുന്നത് നമ്മുടെ ഈ കലാലയ രാഷ്ട്രീയത്തിൽ നിന്നാണ്. അപ്പൊ തന്നെ SFIക്കാര് സിസാർ തോമസിനെ കൈകാര്യം ചെയ്ത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടല്ലോ. അതുപോലെ തന്നെ മോഹൻ കുന്നുമ്മൽ എന്ന വേറൊരു വൈസ് ചാൻസലറെ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് കൈകാര്യം ചെയ്തത് നമ്മൾ കണ്ടതാണ്. എത്രയോ പ്രിൻസിപ്പൽമാരെ കരിയോയിൽ വയ്ക്കുകയും കസേര എടുത്ത് വെളിയിലിട്ട് കത്തിക്കുകയും പ്രതീകാത്മകമായിട്ട് ശവദാഹം നടത്തുകയും വരെ ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മുടെ കുട്ടികൾ വന്നു. ഇതൊന്നും രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറയുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഒരു ശിവൻകുട്ടി അപ്പൂപ്പനെ കൊച്ചുമോള് കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടും ശരിയല്ല അല്ലേ? അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. അമ്മ ഉപേക്ഷിച്ചു പോയി, അമ്മ വേറെ കല്യാണം കഴിച്ചു. അപ്പോ കുട്ടിയിൽ അനാഥത്വമുണ്ട്. ഈ അപ്പൂപ്പനിൽ മാത്രം. അപ്പൂപ്പൻ ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം പകലന്തിയോളം ജോലി ചെയ്തായിരിക്കും കൊച്ചിനെ വളർത്താനും മറ്റു കാര്യങ്ങൾക്കുമായിട്ടൊക്കെ നീങ്ങുന്നത്. അപ്പൊ അപ്പൂപ്പനോട് ചോദിക്കുന്നതൊന്നും കിട്ടുന്നില്ല. അപ്പൂപ്പൻ മൊബൈൽ ഫോൺ ചോദിച്ചപ്പോൾ കൊടുത്തില്ല. കാമുകന് ബൈക്ക് കിട്ടണം. അതൊക്കെയാണ് കൊച്ചിന്റെ ഡിമാൻഡ്. 13 വയസ്സായ കുഞ്ഞിന്റെ ഡിമാൻഡ് അതാണ്. 13 വയസ്സിൽ പ്രേമിച്ചത് എന്തുകൊണ്ടാണ്? സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് പ്രേമിച്ചത്. അമ്മയില്ല, അച്ഛനില്ല. അപ്പൂപ്പനിൽ നിന്നുള്ള സ്നേഹം അപൂർവമായിട്ടേ കിട്ടുന്നുള്ളതായിരിക്കും. കാരണം അങ്ങേരല്ലേ ഈ കൊച്ചിനെ വളർത്തുന്നത്. അപ്പൊ അങ്ങേര് പുറത്തൊക്കെ നടന്ന് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് പിന്നെ ഉറങ്ങാനുള്ള സമയം കിട്ടുള്ളായിരിക്കും. കൊച്ചിനെ സ്നേഹിക്കാനും താലോലിക്കാനും വളർത്താനും കളിച്ച് ചിരിച്ച് കൊണ്ടുപോകാനുമുള്ള സാഹചര്യം അദ്ദേഹത്തിനും കിട്ടില്ല. അദ്ദേഹം ചോറ് കൊടുക്കുന്നുണ്ടായിരിക്കും, ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും, കൊച്ചിനെ സംരക്ഷിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് കൊച്ചിന് ഫീൽ ചെയ്യില്ല. കൊച്ചിന് വേണ്ടത് എന്താണ്? കുട്ടിക്കാലത്ത് അവൾക്ക് വേണ്ട സ്നേഹം, അവൾക്ക് വേണ്ട കരുതൽ, അവൾക്ക് വേണ്ട ആശ്ലേഷം, അതൊക്കെ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ കുട്ടികൾ സ്നേഹം തേടി പോകുന്നത്
കാമുകൻ്റെ അടുത്തായിരിക്കും. അങ്ങനെ തനിക്ക് മൊബൈൽ ഫോണും പിന്നെ 17 വയസ്സായ തൻ്റെ കാമുകന് ബൈക്കും. അതായിരുന്നു നമ്മളുടെ ചിന്ത. അതിന് എളുപ്പമാർഗം. പിന്നെ ഈ വിവാഹത്തിനൊക്കെ ചിലപ്പോൾ തടസ്സം നിൽക്കുമെന്ന് ചിലപ്പോൾ അവർക്ക് ഭയം കാണും അപ്പൂപ്പനെ. അപ്പൊ അതെല്ലാം കൂടെ കരുതിയിട്ടായിരിക്കും അപ്പൂപ്പനെ വകവരുത്ത ഒരു സിനിമാ സ്റ്റൈലിൽ എന്നിട്ട് അതിന്റെ വീഡിയോ ഈ കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഇവിടെ നടക്കുന്ന കൊട്ടേഷൻ കൊടുക്കുന്ന പാർട്ടികളെ, രാഷ്ട്രീയക്കാരെ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കും. എങ്ങനെയാണ് കൊന്നത് എന്ന് അറിഞ്ഞാലേ അവന് പൈസ കൊടുക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ ഈ സമൂഹത്തിൽ നടക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അഗാധമായിട്ട് പതിയുന്നു. അവരത് ശരിയാണെന്ന് വിശ്വസിച്ച് ശരിക്ക് വേണ്ടി നിൽക്കുന്നു. ഈ സമൂഹത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ, രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഇതിന് ഏറ്റവും കൂടുതൽ വളം വെച്ചു കൊടുക്കുന്നത്. എന്നിട്ട് കുട്ടികളെ അതിന് കരുവാക്കുകയാണെന്നേ. ഇപ്പൊ കൊലപാതകം, നമ്മുടെ കലാലയങ്ങളിൽ എത്ര കൊലപാതകം നടന്നു. ഈ കൊലപാതകങ്ങളിലെല്ലാം പിന്നെ ഇടപെട്ടിട്ടുള്ളത് SFIയുടെയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പോഷക സംഘടനകളുടെ നേതാക്കളല്ലേ, അവരുടെ പ്രവർത്തകരല്ലേ. അവരുടെ തന്നെ നേതാക്കളെ അവർ കൊല്ലുന്ന സാഹചര്യം. ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് രാഷ്ട്രീയ പാർട്ടികൾ പോഷക സംഘടനകളെയും വിദ്യാർത്ഥി സംഘടനയെയും പോലും നിയന്ത്രിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവര് ഇതിനൊക്കെ, അതായത് കല്ലെറിയുന്ന ഒരു സമൂഹത്തിനെ, വൈസ് ചാൻസലറെ വെട്ടാൻ ചെല്ലുന്ന ഒരു സമൂഹത്തിനെ, വൈസ് ചാൻസലറെ കാറിനെ ഇടിച്ച് തെറി വിളിക്കുന്ന ഒരു സമൂഹത്തിനെ ഒക്കെ വളർത്തിയെടുക്കാനാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രശ്നം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുത്തിനെ ചെടിച്ചട്ടി എടുത്ത് തലക്കടിക്കുമ്പം അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന നേതാക്കൾ, മുഖ്യമന്ത്രിമാരും പിന്നെ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ വരുമ്പോൾ, തെറ്റിനെ ന്യായീകരിക്കുന്നവർ വരുമ്പോൾ വലിയ പ്രശ്നമാണ്. ഞാൻ കോൺഗ്രസ് മുക്തമെന്നല്ല പറഞ്ഞത്, കോൺഗ്രസിൽ വളരെ ഭേദമാണ് കമ്മ്യൂണിസ്റ്റുകാരെ അപേക്ഷിച്ച്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രശ്നം അറിയാമോ? എന്ത് അനീതി ചെയ്താലും പാർട്ടിക്ക് അനുകൂലമാണെങ്കിൽ അവർ ന്യായീകരിച്ചത്. പിന്നെ ഗുണ്ടകൾ എല്ലാ പാർട്ടിയിലും ഉണ്ട്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ അത് അവര് അതിനായിട്ട് വളർത്തുന്നവരുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അതെ, ഇപ്പൊ പിന്നെ വലിയ കണ്ണൂർ ഭാഗത്ത് ഞാനൊക്കെ കണ്ണൂരായിരുന്നു. അപ്പൊ കണ്ണൂരായിരുന്നപ്പോ ഈ കൂത്തുപറമ്പ് കൊലപാതകം ഒക്കെ ഇല്ല, ഭയങ്കര പ്രശ്നം. അത് സാറിന്റെ കൈവിട്ട് വലിയൊരു പ്രശ്നം, പേടിയായിരുന്നു കണ്ണൂർ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമരം വരുമ്പോഴത്തേക്ക്. അല്ല, അവരങ്ങനെയാണ് അതായത് കണ്ടിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയത്തിന് ഒതുങ്ങിയില്ലെങ്കിൽ ഒന്നെങ്കിൽ വരട്ടി. ഇതായിരുന്നില്ല കമ്മ്യൂണിസം. പണ്ട് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ആരാണോ അക്രമം കാണിക്കുന്നത് അവർക്ക് എതിരെ നിൽക്കുന്നവനായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ. ഇപ്പൊ നേരെ തിരിച്ചാണ്. അക്രമം കാണിക്കുന്നവനെ കൂടെ കൂട്ടിക്കൊണ്ട് സാധുക്കളുടെയും മര്യാദക്കാരുടെയും നിയമം പാലിക്കുന്നവന്റെ നേരെ ചെല്ലുന്നതായി കമ്മ്യൂണിസം മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പം വോട്ട് കിട്ടാത്തത്, സീറ്റ് കിട്ടാത്തത്. വലിയ മൂന്നാം ഊഴം നമ്മൾ ഉറപ്പിച്ചതല്ലേ, 110 സീറ്റ് കിട്ടുമെന്ന് മുഖ്യമന്ത്രിയും എം ഗോവിന്ദനും പറഞ്ഞതാണ്. ഞാനതിനു മുമ്പേ പറഞ്ഞു, ഇലക്ഷന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു 50 സീറ്റിനപ്പുറം മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടാൻ പോകുന്നില്ല, LDFന് കിട്ടാൻ പോകുന്നില്ല. ഒരുപാട് പേര് എന്നെ വിമർശിച്ചു, പൊട്ടത്തരം പറയരുതേ, അവസാനം പിന്നെ താൻ പറയുന്ന ഒന്നിനും വിലയില്ലാതെ വരും. ഞാൻ പറഞ്ഞു, ഞാൻ അസസ് ചെയ്തിട്ടാണ് പറയുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 16,000 റെസിഡൻസ് ഡിവിഷനുകളുടെ ഒരു കേന്ദ്ര ഭാരവാഹിയായിട്ട്, പ്രസിഡന്റായിട്ട്, സെക്രട്ടറി ആയിട്ട്, ജോയിന്റ് സെക്രട്ടറി ആയിട്ട്, വൈസ് പ്രസിഡന്റ് ആയിട്ടൊക്കെ ഞാൻ 20 വർഷം പ്രവർത്തിച്ചു. അതിൽ നിന്ന് എനിക്ക് അവരുമായിട്ടുള്ള ബന്ധത്തിൽ അവരാരും കള്ളം പറയില്ല. ഇവിടെ എല്ലാം മാറി, ഇവിടെ സിറ്റുവേഷൻ ആകാതെ തലകുത്തനെയാണ് പോകണമെന്ന് അവർ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഊർജ്ജം ഉൾക്കൊണ്ട്, അതിൽ നിന്നുള്ള ഒരു സത്യം ഉൾക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവരെന്നെ കള്ളം പറഞ്ഞ് പറ്റിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം അവർക്ക് വേറെ രാഷ്ട്രീയവും വേറെ ഇതൊന്നുമില്ല. അവർ പറയുന്നത് ശരിയാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. പല കണക്കുകൾ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, ഒരു 50-ൽ താഴെ 110 കിട്ടുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു 50-ൽ താഴെ കിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് കാണാമെന്ന് എന്നോട് പലർ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. പക്ഷെ ആരും വന്നില്ല. കാരണം അവർക്ക് അപ്പോഴാണ് പിടി കിട്ടിയത്. ഇപ്പൊ എന്നോട് എല്ലാവരും പറയുന്നുണ്ട്, താൻ പറഞ്ഞത് വളരെ ശരിയായിരുന്നു, അത് പാർട്ടി വൈകിയാണ് മനസ്സിലാക്കിയത്. ഇപ്പോഴും പൊളിറ്റ് ബ്യൂറോ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം. പത്രമാധ്യമങ്ങൾ സംസാരിക്കുമ്പോൾ, മീഡിയയിൽ സംസാരിക്കുമ്പോൾ, ജനങ്ങളോട് സംസാരിക്കും. മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അത് ഒരു അഭിനയമായിട്ടാണ് വരുന്നത്. ആ അഭിനയമല്ല വേണ്ടത്. ശരിക്ക് പഴയ കമ്മ്യൂണിസ്റ്റുകാരിൽ പലരും ചെയ്തിരുന്ന പോലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, അടിച്ചമർത്തലിനെതിരെ നിൽക്കുന്ന, തെറ്റായ പ്രവണതയ്ക്കെതിരെ നിൽക്കുന്ന ഒരു കമ്മ്യൂണിസം തന്നെ ഇവിടെ വളരെയുണ്ട്. പലരും പറയാറുണ്ട്, കേരള ഈസ് ഗ്രീൻ ബിക്കോസ് കേരള ഈസ് റെഡ് എന്ന്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഹരിതഭംഗി നിലനിർത്താൻ പടപൊരുതുന്നവർ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരിലുണ്ടായിരുന്നു. സാംസ്കാരിക ഹരിത നിലനിർത്താൻ പടപൊരുതുന്നവർ കമ്മ്യൂണിസ്റ്റുകാരിലുണ്ടായിരുന്നു. നാട്ടിലെ നിയമവാഴ്ച നിലനിർത്താൻ പടപൊരുതുന്നവർ കമ്മ്യൂണിസ്റ്റുകാരിലുണ്ടായിരുന്നു. ഇന്നതെല്ലാം തലതിരിഞ്ഞു പോയി. അപ്പോൾ പിന്നെ ആകെ നിയമം സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ബന്ധമുള്ളവരായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ.
അപ്പൊ അതുകൊണ്ട് അവർ വിചാരിച്ചാൽ ഇത് പലതും സാധിക്കും. ഒരുപാട് അഴിമതിയായി ഇപ്പൊ തെറ്റും അഴിമതിയായിപ്പോ ഞങ്ങളുടെ പണ്ട് ജംഗ്ഷനിലൊന്നും പോലീസിന്റെ ആവശ്യമില്ല. ഒരുത്തൻ കിടന്ന് ബഹളം കാണിച്ചാൽ അവിടെ ഇരിക്കുന്ന CIT-കാർ ഇറങ്ങി വന്നിട്ട് ഒന്നെങ്കിൽ ഒരു അടി കൊടുക്കും, അല്ലെങ്കിൽ ഓർഡറാന്ന് പറയുമ്പോൾ തന്നെ ഓടും. നമുക്ക് ഒരു പോലീസിന്റെ ആവശ്യമില്ല. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ്. അവരിൽ പലരും പോലും ഈ തെറ്റുകൾക്ക് കൂട്ടു നിൽക്കുന്ന അവസ്ഥ, കണ്ണടയ്ക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു. അപ്പൊ അത് തിരുത്താൻ കമ്മ്യൂണിസ്റ്റുകാരും തയ്യാറാവണം, കോൺഗ്രസ്സുകാരും തയ്യാറാകണം, ഇവിടുത്തെ പോലീസും തയ്യാറാണ്. പോലീസിനകത്ത് ക്രിമിനലുകൾ കൂടി വരികയാണ്. പോലീസിനകത്ത് കൊട്ടേഷൻ കൊടുക്കുന്ന CIയുടെ ഒരു കഥ നമ്മൾ കൊല്ലത്ത് കണ്ടതല്ലേ. അയാൾ തന്നെ കൊട്ടേഷൻ കൊടുക്കുക. ഒരു CI തന്നെ ഭാര്യയെ മറ്റാണ് കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നത്. ഇങ്ങനെ വന്നാൽ പിന്നെ എന്താണ്? പോലീസ് തന്നെ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുക. 1000-ന് താഴെ വരുന്ന ക്രിമിനലുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുക. അതിന് എതിരെ VD സതീശനോ രമേശ് ചെന്നിത്തലയോ നടപടി എടുത്തിട്ടില്ല. അപ്പൊ ഇവരെ കണ്ടല്ലേ നമ്മുടെ പിള്ളേർ പഠിക്കുന്നത്, നമ്മുടെ യുവ നേതാക്കളെ കണ്ടല്ലേ ഈ പിള്ളേർ പഠിക്കുന്നത്. അപ്പോൾ എത്ര വധങ്ങളാണ് നമ്മുടെ ഈ വിദ്യാർത്ഥികളുടെ ഇടയിൽ തന്നെ നടന്നിരിക്കുന്നത്. പിന്നെ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് ഒക്കെ കൊലപാതകങ്ങൾ ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം കണ്ടില്ല എന്നടിക്കുക, എന്നിട്ട് അതിന് പ്രോത്സാഹനം കൊടുക്കുക. ഈ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ശരിക്കും പറഞ്ഞാൽ കോളേജ് എല്ലാ സ്കൂളിലും ഒരു ഇപ്പം ദുർഗുണ പാഠശാലയിലേക്ക് അയക്കുന്നില്ലേ പറഞ്ഞത്, തിരിച്ചാണ്. ഒരു സദ്ഗുണ പാഠശാല എല്ലാ സ്കൂളിലും അത്യാവശ്യമായിരിക്കും. സമരം ചെയ്യുന്നത് എങ്ങനെ വേണം, മാന്യമായ രീതിയിലായിരിക്കണം. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം പലപ്പോഴും കൗൺസിലിംഗ് പല ടീച്ചർമാരും പറയുന്നത് കൗൺസിലർ വന്നിട്ട് നേരെ തിരിച്ചാ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരെ പീഡിപ്പിക്കുന്നത് വേറെയാണ്. സ്ത്രീ സമത്വം അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും. അവസാനം പിള്ളേർ അത് കേട്ടിട്ട് വീട്ടിൽ വന്നും അച്ഛനടുത്തും അധ്യാപകൻ്റെ അടുത്തും ഒക്കെ ചാടിക്കയറും. അപ്പം കൗൺസിലിംഗ് തന്നെ എന്ത് വേണം, മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ് വേണം കൗൺസിലിംഗ് കൊടുക്കാൻ. അല്ലാതെ നീ സ്വന്തം ഒരു വ്യക്തിയാണ്, കുട്ടിയെങ്കിലും നിനക്ക് അപാരമായ വ്യക്തിത്വം ഉണ്ടെന്ന് പറഞ്ഞ് കുട്ടിയോട് അച്ഛനെയും അമ്മയും അധ്യാപകനെയും ധിക്കരിക്കാൻ പഠിപ്പിച്ചാൽ ഇതുപോലുള്ള സംസ്കാരത്തിലേക്ക് നമ്മുടെ കുട്ടികൾ ചെന്നെത്തും. അപ്പോൾ കൗൺസിലിങ്ങും വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. എല്ലാ കൗൺസിലർമാരും കൗൺസിലർ അല്ല, ഇത് നമ്മൾ മനസ്സിലാക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.